Junior Idol Season 2 ഇന്നത്തെ സൂപ്പർ എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. Ideal World Junior Idol Season 2. ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് സ്വാഗതം ചെയ്യാം the very strong judging panel of Ideal World Junior Idol Season 2, Bijay Bal, Rimi Tommy and Anup Shankar. Ideal World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടിലാണ്. ലെജൻഡറി കോമ്പിനേഷൻ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ആയിഷ. ഹായ് ആയിഷ. ഹായ് ചേച്ചി. നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് കാണാൻ. മോളെ 5th സ്റ്റേജിലെ ഫൈനൽ പെർഫോമൻസ് അല്ലേ? ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? അമ്പലപ്രാവ് എന്ന ഫിലിമിലെ ജാനകിയമ്മ പാടിയ താനേ തിരിഞ്ഞും പറഞ്ഞു. ഏതൊക്കെ ലെജൻസിന്റെ കോമ്പിനേഷൻ ആണ് ഇത് ആയിഷ? ബാബുരാജ് സാറും ഭാസ്കരൻ മാഷ്. അപ്പൊ നന്നായിട്ട് പാടാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്.
കിടിലം പെർഫോമൻസ് ആയിഷ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. കേട്ടിരുന്നു പോയി ഞങ്ങൾ എല്ലാവരും. ഇനി കമന്റ്സ് അറിയണ്ട ആയിഷ പെർഫോമൻസിന്റെ. നമുക്ക് ബിചേട്ടനടുത്ത് ചോദിക്കാം. ബിചേട്ടാ. ഐഷ ഐഷ വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അത്. എനിക്ക് തോന്നുന്നു താനേ തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ള പാട്ട് ഒരു ക്ലാസിക് സോങ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് 10 yearsലാണ് ഇത് കൂടുതൽ ആൾക്കാർ കേൾക്കാനൊക്കെ തുടങ്ങിയത്. എല്ലാ പഴയ പാട്ടുകൾ പോലെയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പാട്ടല്ല താനേ തിരിഞ്ഞും മറിഞ്ഞും. പ്രത്യേകിച്ച് ബാബുരാജ് മാഷിന്റെ തന്നെ അദ്ദേഹം പാടിയ ഒരു CD ഇറങ്ങി, ബാബുരാജ് പാടുന്നു എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടിയാണ് ശരിക്കും ഈ പാട്ടിന്റെ ഒരു റീച്ച് കൂടിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടത്തെ ഇപ്പൊ താമസം എന്തേ വരുവാനോ, ഇപ്പൊ ദേവരായ മാഷിന്റെ പാട്ട് ദക്ഷിണമൂർത്തി സ്വാമിയുടെ ആണെങ്കിലോ, അല്ലെങ്കിൽ ബാബുരാജിന്റെ തന്നെ ആണെങ്കിലും പല പാട്ടുകളും ആഘോഷിച്ച അത്രയും മലയാളികൾ ഈ പാട്ട് ആഘോഷിച്ചിരുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു കമ്പോസിങ് മികവ്, എന്റെ ഒരു ലാളിത്യവും വരികളുടെ ലാളിത്യവും എല്ലാം കൊണ്ടും എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, ഒരു ചന്ദ്രലേഖ അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടൊരു കവി ഇത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ട് എഴുതും എന്നുള്ളതിന്റെ സൂചനയാണ് ആ പാട്ട്. തീർച്ചയായിട്ടും ആയിഷ ജാനകിയമ്മ വളരെ ക്ലാസ് ആയിട്ടാണ് അത് പാടിയിട്ടുള്ളത്. അത് കൂടാതെ ആയിഷ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ ബാബുരാജ് പാടിയ ആ വേർഷൻ കൂടി കേൾക്കണം. കാരണം അത് ഒരു മ്യൂസീഷ്യൻ എങ്ങനെയാണ് ആ പാട്ടിനെ കണ്ടതെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അത് കൂടാതെ അദ്ദേഹം പാടിയ തളിരിട്ടക്കിനാക്കൾ എല്ലാം പാടിയിട്ടുണ്ട്. വളരെ ഏതോ ഒരു ഒരു വെറുതെ ഹാർമോണിയം മീട്ടി പാടിയപ്പോ റെക്കോർഡ് ചെയ്തതാണ് പണ്ടാരോ. അത് അതിനകത്ത് പല ഇപ്പൊ താമരമെത്തയിലൂരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമ, അങ്ങനെയൊക്കെ പുള്ളിയുടെ ഒരു ഇംപ്രവൈസേഷനും അത് താളത്തിൽ അദ്ദേഹം തീർത്ത് പാടിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു അത് കേട്ടാൽ കൊതി വരും. അത് മോള് പക്ഷെ നല്ല റൊമാൻറ്റിക് ആയിട്ട് അത് പാടി. ചില ഏരിയകളിൽ മാത്രം ഒരു ശ്വാസം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം പോലെ തോന്നി. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, ഒരു കുറവും തോന്നിയില്ല വേറെ കേട്ടോ. ഓക്കെ ഐഷ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കും, ഈ പാട്ട് എങ്ങനെ പാടും, ഞങ്ങൾക്ക് എത്രത്തോളം ഒരു രസകരമാക്കി കേൾക്കാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഐഷ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ പെർഫോമൻസും പാടിയത്. ഈ പാട്ടും വിശേഷം പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ശരിക്കും ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ പാട്ട് എപ്പോഴും 2-3 പ്രാവശ്യം ആദ്യം കേട്ടപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ 2-3 പ്രാവശ്യം ഗായത്രി ചേച്ചി ഈ പാട്ട് പല വേദികളായിട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും എനിക്കൊന്ന് ഗായത്രി ചേച്ചിയിലൂടെയാണെന്ന് തോന്നി ഈ പാട്ടിന് വീണ്ടും ഒരു പുനർജന്മം കിട്ടിയതെന്നോ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അതിനുശേഷം പിന്നെ പലരും സ്റ്റേജിലും കോമ്പറ്റീഷനിലും ഒക്കെ എടുത്ത് എല്ലാവരും പാടാൻ തുടങ്ങി. ഈ പാട്ട് മോള് വളരെ ഭംഗിയായിട്ട് തന്നെ പാടി, അത് ആദ്യം പറയണം. പിന്നെ എനിക്ക് ഒത്തിരി സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട, മോളുടെ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്നൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രേമ തപസ്വിനി എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ വളരെ തപസ്വിനി എന്നൊക്കെ പറയുന്നൊക്കെ ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു. പിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ചോദിക്കുകയാണെങ്കിൽ താനേ തിരിഞ്ഞും ആ ഒരു സ്ഥലം ഒരു ഇംപ്രവൈസ് ചെയ്ത് പാടിയില്ലേ, അതെനിക്ക് ഇഷ്ടമായി. പിന്നെ നാണിച്ചു അവിടെ എങ്ങനെയായിരുന്നു? നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നാണിച്ചു കൊടുത്ത എക്സ്പ്രഷൻ. അതുപോലെ മധുവിതുരാവിനാൽ ചുണ്ടുകളിൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ മൊത്തത്തില് ഒത്തിരി സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ടായി, അതെല്ലാം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഈ ഇപ്പം ബിചേടൻ പാടിയ ഒരു സ്ഥലം അവിടെ മാത്രം കുറച്ചുകൂടെ ക്ലിയർ ആക്കിയാൽ, കാരണം മോൾ ഇത്രയും നന്നായിട്ട് പാടുമ്പോൾ എല്ലാം കൂടെ നന്നായാലും എത്ര നല്ലത്, അത്രയും കൂടെ മാത്രം പറഞ്ഞു. അത് ഏതായിരുന്നു ഒരു സ്ഥലം? താനേ തിരിഞ്ഞും തൻ താമരമെത്തയിലൂരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഒരു മാനത്തു കിടക്കുന്നു, അത് രസമായി തന്നെ പാടി. എന്നാലും കുറച്ചുകൂടെ രസമാക്കിയാൽ കട്ടയ്ക്ക് നിൽക്കും. ഒറിജിനലും ഇത് ഏതാണ് തമ്മിൽ വേർതിരിക്കാനാവാത്ത രീതിയിൽ ഭംഗിയായി പോവും. അതുകൊണ്ട് വേണ്ട അല്ലെ, ജാനകിയമ്മ കുറച്ച് മുകളിൽ തന്നെ നിന്നോട്ടെ അല്ലെ. ശരി ആയിഷ,
അമ്പലപ്രാവ് എന്ന സിനിമയിലെ പാട്ടാണ്. ലെജൻഡറി കോമ്പിനേഷൻ MS ബാബുരാജ്, P ഭാസ്കരൻ എന്നിവരുടെ അനശ്വരമായ കോമ്പിനേഷനിൽ പിറന്ന ഒരു പാട്ട്. അസലായിട്ട് പാടി മോളെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആൻഡ് മോളുടെ സിംഗിങ്ങിൽ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമ്മുടെ ഗ്രൂപ്പിൽ വെച്ച് ഏറ്റവും പ്രൊഫഷണലായിട്ട് ഒരു പാട്ടിനെ പ്രസന്റ് ചെയ്യുന്ന സിംഗർ, ഇറ്റ് ഇസ് ഓൾവേസ് ആൻ ആഡഡ് അട്രാക്ഷൻ ടു വൺ സിംഗിങ്. ബിക്കോസ് ഒരു പ്രൊഫഷണലിസം പാട്ടിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു റെസ്പെക്റ്റ് വരും ആ സിംഗറോട്. അതിൻ്റെ ഒരു ഗ്രേഡ് മാറും എന്ന് പറയില്ലേ, അത് അതേ ആറ്റിറ്റ്യൂഡോടുകൂടി അതേ ഒരു കോൺഫിഡൻസോട് കൂടി മോള് പാടി. ഇൻ ദ മീൻ ടൈം ദ എക്സ്പ്രഷൻ, ഫീൽ, ഓൾ ഫാക്ടേഴ്സ് വർ വെരി ഗുഡ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് തുണ്ടുപല്ലവിയാണ്. അനുപല്ലവിക്ക് ശേഷം വരുന്ന തുണ്ടുപല്ലവി, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ വാതിലടച്ചില്ലേ എന്ന സ്ഥലത്തെ എക്സ്പ്രഷനും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എടുത്ത് പറയത്തക്ക ഫ്ലോസ് ഒന്നും തന്നെ ഇല്ല. യു ആർ വെരി ഗുഡ്. വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അനുപേട്ട. ആയിഷക്കുട്ടി, അപ്പം കമന്റ്സ് അറിഞ്ഞു. ഇനി മാർക്സ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സ്റ്റാർട്ട് വിത്ത് ബിജേട്ട ഓൺ 30. 28 മാർക്ക്. എക്സ്പ്രഷന് 2.5 on 3. താങ്ക് യു ബിജേട്ട. റിം ചേച്ചി 28, ഫീലിന് 2.75. താങ്ക് യു റിം ചേച്ചി. അനുപേട്ട വളരെ ഞാൻ 28. Style, attitude and performance was very good. As I said, 4 out of 4. താങ്ക് യു അനുപേട്ട. ആയിഷ, യുവർ ടോട്ടൽ സ്കോർ ഈസ് 93.25 on 100. നൈസ് സ്കോർ ആയിഷ. എങ്ങനെയുണ്ട് 5th സ്റ്റേജ്? കുഴപ്പമില്ല, എല്ലാ പെർഫോമൻസും കഴിഞ്ഞു. ഇനി 6th സ്റ്റേജിൽ കൂടുതൽ എനർജറ്റിക് ആയിട്ട്